പക്ഷേ നമ്മൾ വിചാരിക്കുന്നത്ര നിസ്സാരമൊന്നുമല്ല സാറേ. നമ്മൾ സൂക്ഷിച്ചു നിന്നില്ലേ പെട്ടുപോകുന്നാ തോന്നണത്. അതെന്താടോ? അടുത്ത ഞായറാഴ്ച ഇവിടെ ഒരു പ്രതിഷേധ യോഗം നടക്കുന്നുണ്ട്, രാവുണ്ണി വധക്കേസുമായി ബന്ധപ്പെട്ട്. ഓ അത് ശരി. നാട്ടുകാരായിരിക്കും. MLA കൂടി ചേർന്ന കമ്മിറ്റിയാ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ വലിയ കളികൾ നടക്കുന്നുണ്ട്. നടക്കട്ടെ, നമ്മളെന്ത് ചെയ്യാനാ? നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കുടുങ്ങും. സതീശേ, ഇന്ന് മദ്യപാനം ഇല്ല കേട്ടോ. വീട്ടിൽ നിന്ന് അറസ്റ്റ് വാറണ്ടുണ്ടോ? അറസ്റ്റ് വാറണ്ടും ക്വസ്റ്റ്യനിങ്ങും ഒക്കെ നിനക്ക്. ഞാനൊരു ഫ്രീ ബേഡാ. പിന്നെന്താ? ഒന്നുമില്ല, നീ ഇന്ന് വളരെ നെഗറ്റീവാ. അതിനിടയിൽ കള്ളും കൂടിയായ കൂടുതൽ മോശമാവും, അതാ പറഞ്ഞത്. സത്യം പറഞ്ഞാ ഈ കേസ് എന്നെ അങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല. ആണോ? എന്നാ നന്നായി. പക്ഷേ എന്നെ ബാധിച്ചിട്ടുണ്ട്. അതെന്തിന്? എടാ, ഇതിനു മുമ്പ് ഏതെങ്കിലും പെറ്റി കേസിൽ നിന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതില്ല. ആരെങ്കിലും നിന്നെ ആക്രമിക്കാൻ യോഗം നടത്തിയിട്ടുണ്ടോ? ഇപ്പം അത് രണ്ടും ഉണ്ടായി. സോ വാട്ട്? എൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കാൻ തുടങ്ങി, അതൊരു നല്ല കാര്യമല്ലേ? ആണോ? എങ്കിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പം ഈ നടന്ന രണ്ട് കാര്യങ്ങളും പരമ ബോറാണ്, അപമാനകരവുമാണ്. സമ്മതിച്ചു. തൽക്കാലം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാവുമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ലോങ് റണ്ണിൽ ദോഷമൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ പക്ഷത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് എല്ലാ കാലത്തും സത്യം ജയിക്കുമെന്നാണോ നിന്റെ വിശ്വാസം? അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇക്കാലത്ത് വളരെ അപൂർവമായി മാത്രമേ സത്യം ജയിക്കൂ, അതും ഇന്ത്യയിൽ. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ പിന്നെ ജീവിക്കാൻ നോക്കൂ. ദാ സതീശേ, എൻ്റെ മനസ്സ് പറയുന്നത് ഈ കേസിൽ നീ തൂങ്ങുമെന്നാ. ആരോ നിന്നെ ട്രാപ്പിലാക്കാൻ കളിക്കുന്നുണ്ട്. അതിനൊരു സാധ്യത ഞാനും കാണുന്നുണ്ട്. ആരോ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ സഞ്ജയ് ബാലി എന്ന് പറയാം. പക്ഷേ ആകാം, അല്ലാതിരിക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് അന്വേഷിക്കണം. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ സതീഷ്, ഞാനാ യാമിനി. പറയ്. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം, ചെയ്യാമോ? പറയ്. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ക്ലബിലുണ്ട് ഞാൻ. നടക്കാനും ഡ്രൈവ് ചെയ്യാനും വയ്യ. എന്തു പറ്റി യാമിനി? പറയാം, ഒന്നിങ്ങ് വരാമോ പ്ലീസ്? ശരി. എടാ, നിന്റെ കാറിന്റെ കീ ഒന്നതാ. എന്താടാ? യാമിനി ഒന്ന് കാണണം. എന്തോ പ്രശ്നത്തിലാണവര്. ശരി, പോയിട്ടോ. എന്തു പറ്റി? ഇരിക്കെ. എന്റെ മുഖം കണ്ടിട്ട് എന്ത് തോന്നുന്നു? മദ്യപിച്ചോ? കോൺഫിഡൻസ് പോയി. നടന്ന വീഴും. എന്നിട്ട്? അങ്ങനൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദറിന് വിളിച്ചപ്പോ സന്തോഷത്തിലെത്തിയത്. എന്നിട്ട്? കൂട്ടത്തിൽ ഒരാളെ കണ്ടപ്പോ സന്തോഷം കെട്ടു. അതാര്? എനിക്ക് ജീവിതത്തിൽ ഒരു എനിമിയേ ഉള്ളൂ, എന്റെ ഭർത്താവ്. അയാളുണ്ടായിരുന്നു ഗെറ്റ് ടുഗദറിന്? മനഃപൂർവ്വം. അതാണ് അയാൾ. എനിക്കിഷ്ടമില്ലാത്തത് മാത്രം ചെയ്യും, അതും വളരെ ശക്തമായി. യാമിനിക്ക് അയാളെ അവോയ്ഡ് ചെയ്യായിരുന്നില്ലേ? യെസ്, അത് തന്നെയാണ് ഞാൻ ചെയ്തത്. ഇറങ്ങി പോകാൻ പോലും നോക്കി. അയാളും ഫ്രണ്ട്സും ചേർന്ന് തടഞ്ഞു. എന്നിട്ട്? അയാൾ പരസ്യമായിട്ട് എന്നെ എൻ്റെ ദോഷങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അതും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ കൺട്രോൾ വിട്ടു. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഓ,
ഇവിടെ നേരെ പോയത് അയാളുടെ മുന്നിലേക്ക്. കണക്കിന് ഞാൻ കൊടുത്തു. ബെഡ്റൂമിൽ അവൻ്റെ ഫെയിലിയറിനെ കുറിച്ച് വരെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഇടപെട്ടു. ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ പറയാവോ എന്ന്. ആണിനെന്തും പറയാം, പരസ്യമായിട്ട് സ്ത്രീ അപമാനിക്കാം. നമ്മൾ എന്ത് സഹിച്ചോണം? പെണ്ണല്ലേ. അടങ്ങി ഒതുങ്ങി പാവയായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അയാളെന്നിട്ട് അവൻ എന്നെ തല്ലണം. അതിനു മുൻപ് ബിയർ ബോട്ടിലെടുത്ത് ഞാൻ തലയ്ക്ക് അടിച്ചു. മൊത്തത്തിൽ കച്ചറയായി എന്നർത്ഥം. ആ, ഇതിൽ കൂടുതൽ തറയാവാനില്ല. അവനെ ചീത്ത പറയുമ്പോഴാ ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നേ. അന്നേരം ഭയങ്കര ആവേശമായിരുന്നു. എന്നിട്ട് അവരൊക്കെ എവിടെ? പോയി. അടി കിട്ടിയപ്പോൾ അവൻ ഓടി. പിന്നെ അയാളെ കൂട്ടുകാരും. പോലീസ് കേസ് പേടിച്ചിട്ടാവും. കവേർഡ്സ്. അതെ. അതൊരു വല്ലാത്ത പരീക്ഷണമാണല്ലോ. ഐ നോ. പക്ഷെ സതീഷ് എന്നെ ഒന്ന് സഹായിക്കണം. വേറെ ആരുമില്ല എനിക്ക്. സാറ് അച്ഛനൊരിക്കലും അറിയരുത്, പ്ലീസ്. യാമിനി എണീക്ക്. നടക്കാൻ പറ്റുമോ? കൈ പിടിക്കണോ? ട്രൈ ചെയ്യും. ഇങ്ങോട്ട്. ഞാൻ സതീഷിന് വലിയ ശല്യമായില്ലേ? കുറച്ച്. പിന്നെ സാറിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക്. അതിപ്പോ സതീഷിനേക്കാൾ ഏറെ ടെൻഷൻ എനിക്കാ. എന്നാലും രാത്രി കാണാതാകുമ്പോ അദ്ദേഹം പേടിക്കില്ലേ? അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? രാത്രി എന്റെ ഫ്രണ്ട് വിലാസിനിയുടെ വീട്ടിൽ തങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതായിരുന്നില്ലേ നല്ലത്? അതിന് അവള് വീട്ടിൽ വേണ്ടേ? അവള് സിംഗപ്പൂര് പോയി. അച്ഛനതറിയത്തില്ല. ഓ, അവിടെയും ചതി. ഇത് തീരെ ശരിയായില്ല കേട്ടോ. അച്ഛനോട് സത്യം പറഞ്ഞ അതിലും വലിയ ചതിയോ? വയ്യാത്ത ആളാണേ. പിന്നെ അപ്രിയ സത്യങ്ങൾ പറയുന്നത് എന്തിനാ സതീഷ്? നമുക്ക് മിണ്ടാതിരിക്കാലോ. അച്ഛനെ തകർക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നില്ല. ഞാനായിട്ട് ടെൻഷൻ കൊടുക്കാതിരിക്കുന്നല്ല നല്ലത്. പോവാം. കേറ്. ജീവ, ഇത് യാമിനി. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? എനിക്കറിയാം. എനിക്കും. യാമിനി അകത്തേക്ക് കയറുന്നില്ലേ? ജീവ, യാമിനിക്കിന്ന് വീട്ടിൽ പോകാനാവില്ല. സോ ഷീ ഈസ് സ്റ്റേയിങ് ഹിയർ. അതിനെന്താ? ഇവിടെ 4-5 പേർക്ക് താമസിക്കാനുള്ള സ്ഥലം ഇനിയും ഉണ്ടല്ലോ. അത് നേരെ. പക്ഷെ എനിക്കെന്തോ ഒരു വല്ലായ്മ. ഛേ, നീ എന്തൊക്കെയാടായി പറയുന്നത്? യാമിനി ഈസ് യുവർ ഫ്രണ്ട്. ഷീ ക്യാൻ സ്റ്റേ ഹിയർ ഫോർ 1 നൈറ്റ്. അതിന് വല്ലായ്മയുടെ പ്രശ്നം എന്താ? എനിക്കറിയാം നിന്റെ പേടി. ഇമേജ് അല്ലേ നിന്റെ പ്രശ്നം. നീ പണ്ടേ ഇങ്ങനെ. നിന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് വിചാരിക്കും? അത് തന്നെയാ നിന്റെ പേടി. എന്റെ ഇഷ്ട പ്രായപൂർത്തിയായ മനുഷ്യൻ ഇത്രയ്ക്ക് സില്ലി ആവരുത്. സതീഷ്, where's my room? പ്ലീസ് കം. Bye. ഗുഡ് നൈറ്റ്. ഇതാണ് മുറി.
താങ്ക്സ്. ഡാ സതീശേ, ഒരു സ്ത്രീ അടിച്ച് ഫിറ്റായി കിടക്കുന്ന വീട്ടിലിരുന്ന് നമ്മളിങ്ങനെ വൈനടിക്കുന്നത് ശരിയല്ല. നീ ഇതെടുത്തു വെക്ക്. ഇല്ല, എനിക്കൊരെണ്ണം കഴിക്കണം, അല്ലെ ഉറങ്ങാൻ നോക്കില്ല. ഡേയ്, എനിക്കൊരു ശങ്ക. എന്താ? നിന്റെ കന്യകാത്വം തകർക്കാൻ മഹാവിഷ്ണു അല്ല യാമിനി മോഹിനി വേഷം കെട്ടി വന്നതാണോന്ന്. പോടാ അവിടുന്ന്. ഞാൻ പോവുക, പക്ഷേ നീയൊന്നും സൂക്ഷിക്കണം. ഇത് മുഴുവൻ അവളുടെ ഒരു നാടകമാണോന്നാ എൻ്റെ ഒരു സംശയം. എന്തരോ എന്തോ തോന്നിയാസം പറയേണ്ട പൊക്കോണം അവിടുന്ന്. ഞാൻ പോകുവാടാ കുട്ടപ്പ. സ്വർഗരാജ്യത്ത് കട്ടുറുമ്പുകൾക്ക് ഒരു സ്ഥാനവും. പഴയ വെളുപ്പ് പറയാതെ പോ, ബോറൻ. ഡാ, ഈ ബോറൻ പടിയിറങ്ങുക. ഇനി നീയായി നിന്റെ പാടായി. ഓ ശരി ശരി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ മിടുക്ക് പോലിരിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ജീവ, സ്റ്റോപ്പ് ഇറ്റ്, പോ. ഓക്കെടാ, ബൈ, ഗുഡ് നൈറ്റ്. ഹലോ. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നടാ ഫസ്റ്റ് നൈറ്റ്? പോടാ അവിടുന്ന്. നീ എഴുന്നേക്കാൻ ഒത്തിരി വൈകിയല്ലേ? അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? നിനക്കിപ്പോൾ എന്താ വേണ്ടത് അത് പറ. അവൾ ഉണർന്നോടാ? അറിയില്ല, കള്ളായിരുന്നില്ലേ? ഉണർന്നിട്ടുണ്ടാവില്ല. പണ്ടാരം പിടിക്കാൻ എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റിയില്ല. അതെന്താ? ഒടുക്കത്തെ ടെൻഷൻ. ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലൊരു പെണ്ണ് താമസിക്കുന്നത്. ഡാ, തുടക്കത്തിലേ കുഴപ്പമൊക്കെ കാണൂ. ശീലമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കേടാ. വച്ചിട്ട് പോടാ, രാവിലെ എന്നെ തറ വളുപ്പ് പറയാതെ. ഡാ, അവളുടെ ബാഗും മുടിപ്പിന്നും ഒക്കെ കാരണത്തിരിപ്പുണ്ട്. കള്ളായിരുന്നില്ലേ? മറന്നായിരിക്കും. ആ, നീ ഇവിടെ വന്ന് തന്നാ മതി. ഹാ, ഇപ്പം വരാനൊന്നും എനിക്ക് നേരെയില്ല. ഞാൻ രാത്രി വരുമ്പോൾ കൊണ്ടുതരാം. ശരി ശരി, ഫോൺ വയ്ക്ക്. യാമിനി, 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 യാമിനി. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. ഞാൻ പോകുന്നു, യാമിനി.
സേ സംതിങ്. എന്തു പറയാനാ? എന്റെ കാതിൽ ഇത്രയും നേരം മ്യൂസിക് ഉണ്ടായിരുന്നു. നീ അതിനെ കൊന്നു. ഇനി അതിനേക്കാൾ നല്ല സംഗീതം നീ ഉണ്ടാക്കണം. എന്താ വട്ടായോ? പറയ്, വിശേഷം പറയ്. എന്തേലും ഉണ്ടായിട്ട് വേണ്ടേ? നത്തിങ്. എങ്കിൽ ചിത്രാലയത്തിലെ കാര്യം പറയ്. ഓ, അവിടെ പറയാനായിട്ടൊന്നുമില്ല. രാവിലെ ചെല്ലുന്നു, വരയ്ക്കുന്നു, മടങ്ങുന്നു, തീർന്നു. കൊച്ചുകള്ളി, നുണ പറയല്ലേ? നിന്റെ സതീഷ് സാറിനെ പോലീസ് പൊക്കിയില്ലേ? ആ വിശേഷം പറയും. ഓ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഓഹോ, തീരെ ശ്രദ്ധിച്ചില്ല? പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയാളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴും ശ്രദ്ധിച്ചില്ല? എന്തേ ശ്രദ്ധിക്കാഞ്ഞത്? പറയേ. ഇതെന്തിനാണെന്നറിയോ? എന്റെ ശത്രുവിനെ സഹായിച്ചതിന്. ഇത് എന്റെ കൂടെ കഴിഞ്ഞിട്ടും കൂറില്ലാത്തതിന്. ഇനി പോയി ആ മുഖം കഴുകിയിട്ട് വാ. മരുന്ന് വെച്ച് തരാം. ഒരു ദിവസം നിങ്ങളെ ഞാൻ കൊല്ലും. ഞാൻ കാത്തിരിക്കുകയാണ് വിശുദ്ധമായ ആ നിമിഷത്തിനു വേണ്ടി. സതീശൻ സാർ അകത്തുണ്ട്. വരണം സാർ, വരണം. ഇവിടെ നിന്നാ മതി, ഞാൻ പൊക്കോളാം. ആ, ആ, സാറെന്താ ഈ നേരത്ത്? ഇരിക്കൂ സാർ. എന്താ സാർ വിശേഷിച്ച്? സതീഷിന് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എന്ത് വിചാരിച്ചോ അതിനെല്ലാം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മനുവിൻ്റെ കാര്യമാണോ സാർ? അതൊരു കാര്യം മാത്രം. അത് അന്ന് തന്നെ ഒഴിവാക്കാമായിരുന്നതല്ലേ? ഇപ്പൊ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി പ്രക്ഷോഭം തുടങ്ങാൻ പോകുന്നു എന്നാണ് കേട്ടത്. അതൊരു മീറ്റിംഗ് മാത്രമാണ്. പിന്നെ ഒരു കൊലപാതകമാകുമ്പോൾ അതൊക്കെ സാധാരണമാണ്. എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞു തീർത്തത്. ഒരു കൊലക്കേസിലെ പ്രധാന പ്രതി നമ്മുടെ സ്റ്റാഫാണെന്ന കാര്യം താൻ മറന്നോ? അത് ഒരു ന്യായവും പറയാനില്ല. അതൊരു വസ്തുതയാണ്. കൊലക്കേസിലെ പ്രതി ഇവിടുത്തെ സ്റ്റാഫ്. സഞ്ജയ് ബാലിയും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സതീഷ് തന്നെ പറഞ്ഞു തീർക്കണം. അയാൾ ഇനി ഇവിടെ വരരുത്. ഓക്കെ? സതീഷ്, കഴിഞ്ഞ രാത്രി യാമിനി വീട്ടിൽ വന്നില്ല. എനിക്കൊരു വാക്കിൽ ഉത്തരം കിട്ടണം. യെസ് ഓർ നോ. യാമിനി നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നോ? യെസ്. പക്ഷെ എനിക്ക് പറയാനുണ്ട് സർ. എനിക്കൊന്നും കേൾക്കണ്ട. സർ,
സർ, ഞാനൊന്ന് പറയട്ടെ. നോ. എല്ലാം കഴിഞ്ഞിട്ട് മുഖവും വീർപ്പിച്ചിരുന്നിട്ട് എന്താ കാര്യം? ചില ആളുകൾ ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്ത് സ്വന്തം പെടലിക്ക് തന്നെ വെക്കും, എന്നിട്ടിരുന്ന് മൂങ്ങും. നീ എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ? മാനവേന്ദ്ര സാർ അവിടെ പെട്ടെന്ന് കയറി വരുമെന്നും അങ്ങനെയൊക്കെ ചോദിക്കുമെന്നും ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല. എടാ, ചോദ്യങ്ങൾക്ക് കൃത്യവും സത്യവുമായ ഉത്തരം കൊടുക്കാമായിരുന്നല്ലോ, അതെന്തുകൊണ്ട് ചെയ്തില്ല? എടാ, യാമിനിയുടെ കാര്യത്തിൽ എനിക്കൊരു സ്പേസ് പോലും അദ്ദേഹം തന്നില്ല. അതാണ് വസ്തുത. ഡാ, ഒരാൾ എസ് ഓർണോ എന്ന് പറയാൻ പറഞ്ഞാൽ നീ അത് പറയാണ്ടിരിക്കണോ? നീ ആരാ? അയാളുടെ അടിമയോ? നിനക്ക് ആ സിറ്റുവേഷൻ മനസ്സിലായില്ല, അതാ. സതീശെ, ഒരാൾ നമുക്കെതിരെ വിധി തീർപ്പായിട്ട് വന്നാൽ നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യണം. നീ ഉത്തരവൊന്നും പറയാതെ നേരെ യാമിനിയെ ഫോണിൽ വിളിച്ചിട്ട് അവളോട് നേരിട്ട് സംസാരിക്കാൻ പറയണമായിരുന്നു. ആ രാത്രി ഉണ്ടായതൊന്നും നിന്റെ കുറ്റമല്ല. മകളുടെ ഇഷ്ടം നോക്കാതെ തന്തപ്പടി ഒരു പോങ്ങനെ കൊണ്ട് കെട്ടിച്ചു. അതിന്റെ അനന്തരഫലങ്ങളാ ഇതെല്ലാം. അതിന് വെറും തേർഡ് പാർട്ടിയായി നീ എന്തിനു സഫർ ചെയ്യണം? പറയാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ വളരെ ബഹുമാനിക്കുന്ന, വളരെ അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ മുന്നിൽ വന്നെന്ന് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാ? അയാളെ നമ്മൾ എന്തിനു മുഖവിലേക്ക് എടുക്കണം? നിന്നെ താറടിക്കാൻ വേണ്ടി മാത്രമാ ഇന്ന് അയാൾ അവിടെ വന്നത്, ശരിയല്ലേ? അയാൾ പറഞ്ഞ ആരോപണങ്ങളും കേട്ട് തലയും കുലുക്കി പോരുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. തുറന്ന് പറയണമായിരുന്നു ആ രാത്രി അയാളുടെ മകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. അയാൾ അറിയട്ടെ. ഇതെല്ലാം അയാളുടെ കുഴപ്പം കൊണ്ടുണ്ടായതാണല്ലോ. ചുമ്മാ ഒരുത്തൻ്റെ അടിയും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. വല്ല ഗുണമുണ്ടായിരുന്ന കൊള്ളായിരുന്നു. ഇത് അതുമില്ല. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇതിനിപ്പം തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം. നീ ആ ഫോൺ എടുത്തേ. എന്തിന്? അവളെ വിളിച്ചിട്ട് കാര്യം പറ. ഈ വൃത്തികെട്ട വിഷയത്തിൽ നീ കിടന്ന് നാറേണ്ട ഒരു കാര്യവുമില്ല. വിളിക്കടാ. വിളിക്കാം, നാളെ അവിടെ. ഇതാ നിന്റെ കുഴപ്പം. എങ്കിൽ പൊന്നുമോൻ അനുഭവിക്കും. ഇങ്ങനെ പോയാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. അച്ഛനും മോളും കൂടെ ചിത്രാലയത്തിന്റെ ചുമരി നിന്നെ വലിച്ചു കീറി ഒട്ടിക്കും. ഇത് ഞാനാ പറയുന്നത്, കണ്ടോ? എന്തിനാ വന്നത്? അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. അച്ഛൻ സതീഷിനോട് ആ കാര്യം ചോദിച്ചു അല്ലേ? ഇന്നലെ സന്ധ്യയ്ക്ക് പുറപ്പെടുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചതാ. എന്നിട്ട് എന്തുകൊണ്ട് തടഞ്ഞില്ല? അതിന് എന്നോട് വല്ലതും മിണ്ടിയിട്ട് വേണ്ടേ? തിരക്ക് പിടിച്ച് ഇറങ്ങുന്നത് കണ്ട് പിന്നാലെ ചെന്ന് ചോദിച്ചതാ. ഒന്നും പറഞ്ഞില്ല. അല്ല, അച്ഛനിതെങ്ങനെ അറിഞ്ഞു? ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടല്ലേ യാമിനി പോയത്? എന്നിട്ട് നേരെ ചെന്ന് അച്ഛനോട് പറഞ്ഞു അല്ലേ? എന്താ സതീഷ് ഇങ്ങനെ? ഞാൻ അച്ഛനോടത് പറയുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് തന്നെയല്ലേ നാണക്കേട്? പിന്നെ ആര് പറഞ്ഞു? അച്ഛനെ അറിയിക്കാൻ ആർക്കാ അത്ര താല്പര്യം? ഒരാൾക്ക് താല്പര്യം ഉണ്ടാവും. അച്ഛൻ്റെ ശിഷ്യന്, എൻ്റെ എക്സ് ഹസ്ബൻഡ്. അതെന്തായാലും നിങ്ങളുടെ വഴക്കിന് ഇരയായത് ഞാനാ. അത് വളരെ മോശമായിപ്പോയി. യെസ്, ഐ നോ. മാപ്പ് ചോദിക്കണമെന്നുണ്ട്. കൊള്ളാം. ഒരാളെ നാണം കെടുത്തിയിട്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് എന്താ കാര്യം? ആരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു ഫേവറാണ് നിങ്ങൾ ചോദിച്ചത്. അത് ഞാൻ ചെയ്തു തന്നില്ലേ? എന്നിട്ട് ഐ എം സോറി സതീഷ്, റിയലി സോറി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഫിനിഷ്ഡ്. എനിക്കൊരു അപേക്ഷയുള്ളൂ. ഇനി ഒരിക്കലും ഇത്തരം ഉപകാരം ചോദിച്ചു വരരുത്. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല സതീഷ്. മറ്റൊന്ന്, മേലിൽ ഇങ്ങോട്ട് കയറി വരാതിരിക്കുക പ്ലീസ്. ശരി, വരില്ല. കഴിയുമെങ്കിൽ എല്ലാം ഒന്ന് പൊറുക്കുക. ഞാൻ പോവാം.